ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നതൊരു സാമ്പാർ റെസിപ്പി ആയിട്ടാണ്. അടിപൊളി ടേസ്റ്റിൽ കുക്കറിൽ തയ്യാറാക്കാവുന്ന ഒരു സാമ്പാറാണ്. നേരെ വീഡിയോയിലേക്ക് കിടന്നാലോ. കഴുകി വെച്ചിരിക്കുന്ന പരിപ്പും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് 6 വിസിലടിയുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് വേണ്ട കേട്ടോ. വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പിടി ഉഴുന്ന് വേണം, പിന്നെ കുറച്ച് ഉലുവ വേണം, ജീരകം, പിന്നെ പരിപ്പ്, 2 ചെറിയുള്ളി, 6-7 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് വെളിച്ചെണ്ണ ചേർക്കാതെ ചട്ടിയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ച് പോകും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പച്ചക്കറികൾ അരിഞ്ഞു വെക്കാം. 3 തക്കാളി, ഒരു വലിയ വഴുതന, ഒരു ക്യാരറ്റ്, 4-5 വെണ്ടയ്ക്ക, ഒരു പച്ചമുളക്, ഒരു 2 മുരിങ്ങക്കായ, 1-2 ചെറിയ ഉരുളക്കിഴങ്ങ്. ഇവയൊക്കെ മീഡിയം സൈസിൽ മുറിച്ചെടുക്കാം. 6 വിസിലിന് ശേഷം എയർ പോയതിന് ശേഷം നമുക്ക് പരിപ്പും ഉള്ളിയും കൂടി നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളെ സാമ്പാർ റെഡിയാവും. എല്ലാ പച്ചക്കറികളും ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുരിങ്ങക്കായ ഇടുമ്പോൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട, അത് പെട്ടെന്ന് അലിഞ്ഞു പോവും. അത് ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മെയിനായിട്ട് വേണ്ടത് പുളിയാണ്. ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് ഉടച്ച് നമുക്ക് അരിച്ച് കഷ്ണത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ഒരു വിസിലടിയുന്നവരെ കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. പച്ചക്കറികളെല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിച്ചപ്പും കറിവേപ്പിലയാണ്. ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് നമുക്കിതിലേക്ക് സാമ്പാർ മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള വറവ് ചേർത്ത് കൊടുക്കാം. അല്പം വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച് നമുക്ക് കറിയിൽ കുറച്ച് വറ്റൽമുളക് കൂടി ചേർത്ത് നമുക്ക് വറവ് ചെയ്യാം. വറ്റൽമുളക് ഞാൻ ചേർത്തിട്ടില്ല, ഞാൻ വെറും കടുകിട്ടിട്ട് വറവിട്ടതാണ് കേട്ടോ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. തുടക്കക്കാർക്ക് പോലും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ.